2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 1.589 kg ഓഫ് MDMA, 146.459 കഞ്ചാവ്, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps, and 141 cannabis plants. ഇതിനെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ തന്നെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 838 കേസുകൾ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 78 കേസുകൾ മീഡിയം ക്വാണ്ടിറ്റിയാണ്, 24 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതോടൊപ്പം തന്നെ NDPS ആക്ടിൻ്റെ കീഴിലുള്ള വിവിധ പ്രൊവിഷൻസ് അനുസരിച്ച് 1204 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കോപ്റ്റ ആക്ട് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടുകൂടി ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ IB ഉണ്ടായിരുന്നു, RPF ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സെൻട്രൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, NDRA ഉണ്ടായിരുന്നു, DRI ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിൻ്റെ ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെ IB ഉണ്ടായിരുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും പ്രതിനിധികളായിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായി. Pure natural spices, no colors, no preservatives. New Day Spices, from Kerala to your kitchen. This is not just Indian taste. It's New Day Spices from Kerala for the whole world to enjoy. New Day Spices.